95% ആളുകളും എന്താണ് ലോസാണ്. ഉം. അല്ലെ? അവർക്കപ്പൊ റിട്ടേൺസ് ആർക്ക് കൊടുത്താ മതി? ബാക്കി 5% ആൾക്ക് കൊടുത്താ മതി. സാധാരണക്കാരൻ എന്നുള്ള ലെവലിൽ നമ്മൾ ഉം. ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മലയാളീസ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉം. റെസ്പോൺസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാ. ഉം. കൂടുതൽ നമ്മൾ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ അവർക്ക് എന്തായാലും അഡിക്റ്റ് ഉം. അല്ലെങ്കിൽ വീണിരിക്കും. അതുകൊണ്ട് ട്രേഡിങ്ങിൽ മാത്രം അത് ഉം. റോബോട്ട് വെച്ചൂടെ എന്നുള്ളത്. ഉം. 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 ഒരു റോബോട്ടും ഉം. അധികം പോവില്ല. വെൽക്കം ടു സ്റ്റുവർട്സ് പോഡ്കാസ്റ്റ്. ദിസ് ഇസ് വിഘ്നേഷ്. സോ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണുള്ളത്. ലൈക്ക് അവർ ഗ്രേറ്റസ്റ്റ് മെന്റർ ഇൻ സ്റ്റുവർട്സ് അക്കാഡമി, മിസ്റ്റർ ജിഷ്ണു സാർ. സോ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ കൂടുതൽ സംസാരിക്കാൻ, അല്ലെങ്കിൽ പല സ്റ്റുഡൻസ് അല്ലെങ്കിൽ പല ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അതേമാതിരി തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും രണ്ട് ട്രേഡേഴ്സിന്റെ ഒരു സൈക്കോളജിക്കൽ ഫേസ്, അതായത് ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫേസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്സും അതേമാതിരി തന്നെ ഒരുപാട് ചോദ്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. സോ യെസ് ജിഷ്ണു സാർ, അപ്പം വിഷ്ണു സാറിന്റെ സ്റ്റാർട്ടിങ് ജേർണി ഉണ്ടാവല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാമോ? നമുക്ക് എങ്ങനെയാണ് എൻ്റെ സ്റ്റോറി ട്രിഗർ ആവേണ്ടത്? സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നതിലേക്ക് വരുന്ന സമയത്ത് സാധാരണ ഒരു ബിഗിനറുടെ ആ ഒരു സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് എല്ലാവരും. അതിപ്പോൾ ഞാനെന്നല്ല, ഏതൊരാളും ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു വരുന്നത്. ഒന്നും അറിയാണ്ട് നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് കേൾക്കുന്ന ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരിതും അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു ചെറിയ അറിവ് വെച്ചിട്ടാണ് ഈ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. വരുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നേരെ യൂട്യൂബിലേക്കാണ് പോകുന്നത്. കാരണം വേറൊരു ഓപ്ഷൻസ് ഇല്ല. കാരണം പ്രത്യേകിച്ച് നമ്മളൊരു 6 ഇയർ മുന്നായിരുന്നു. സോ ആ സമയത്തൊന്നും നമുക്കിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പോലും ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പുറത്ത് നോർത്ത് ഇന്ത്യയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്നാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഓക്കെ, അധികവും. അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യെസ്. സമയത്താണ് ട്രേഡിംഗ് അവിടുന്നാണ് സ്റ്റാർട്ട് ആ ഒരു ചെയ്യുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളൊരിത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ അവിടെ അധികം നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ എല്ലാവരും ട്രേഡ് ചെയ്തിരുന്നത്. നമ്മളുടെ അങ്ങോട്ടൊന്നും അറിയില്ലായിരുന്നു ആർക്കും. അപ്പോൾ അവിടുന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഏതൊരു തുടക്കക്കാരനും ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എക്സാക്ട്ലി. പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയ അവസാനം നമ്മളൊരു കുറേ മെത്തേഡുകൾ, കുറേ അത് എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് കണ്ടു. പക്ഷെ ഒന്നൊന്നും അങ്ങനെ ഒരു റിസൾട്ട് ഇതൊന്നും വരില്ലല്ലോ. നമുക്ക് കറക്റ്റ് ഒരു പ്രോപ്പർ പ്രോഫിറ്റ് എന്നുള്ള ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പുറത്തുനിന്നൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് തന്നെയാണ് നമ്മളും തുടങ്ങുന്നത്. അതും പുറത്തുള്ള ഒരു ഇംഗ്ലീഷ് ടീമിന്റെ അടുത്ത് നിന്നാണ് കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ പഠിച്ചിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഒരു ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽ തന്നെയാണ് ട്രേഡിംഗിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? തീർച്ചയായിട്ടും. അതല്ലാതെ നമുക്ക് കോഴ്സായിട്ട് ആരും ഇന്ന് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഇത് പഠിപ്പിച്ച് കൊടുക്കുന്നില്ല. അതെ ആരും അതെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ട്രേഡിങ്ങിന് പോകുന്നില്ല. അതെ അതെ, അല്ലേ? സത്യമാണ്. അപ്പൊ എല്ലാവരും ജോബിന്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ വരുന്നതും പിന്നെ ഉം. എക്സ്പീരിയൻസ് ആവുമ്പോഴാണ് ഫുൾ ടൈം ഇതിലേക്ക് വരുന്നത്. ഉം, ഉം, പിന്നെ ഉം. ആ ഒരു റിട്ടേൺസ് വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഫുൾ ടൈം ട്രേഡർ എന്നുള്ള ആ ലെവലിലേക്ക് എത്തുന്നത്. അതെ അതല്ലാണ്ട് ആരും വരില്ല. അതെ അതെ അതെ. പിന്നെ ഇപ്പൊ ജിഷ്ണു സാറ്, നമ്മൾ ട്രേഡിങ്ങിൽ നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മേജർ കൺസേൺ ആണ് ആ. നമ്മുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ കൂടുതൽ ട്രേറ്റ്സ്, അങ്ങനെ പല പല സൈക്കോളജിക്കൽ അതെ, പ്രശ്നങ്ങളുണ്ടല്ലോ. അതെ, അതെ. അപ്പോൾ അതൊക്കെ ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ഓക്കെ. സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ. അതൊരിക്കലും നമ്മളില്ലാണ്ട് ആയി പോകുന്നില്ല. കാരണം മനുഷ്യർക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണത്. അതിൽ കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. തുടക്കത്തിൽ അത് കൂടുതലായിരിക്കും. പിന്നെ പിന്നെ മുന്നോട്ട് പോകുന്തോറും ഓരോന്നും ഇങ്ങനെ കുറഞ്ഞ് വരികയാണ് അതെ ചെയ്യുന്നത്. അതെ. കുറയ്ക്കാനാണ് പറ്റുന്നത്. അല്ല ഒറ്റയടിക്ക് നമുക്ക് ഇതൊക്കെ കൂടെ മാറ്റിയിട്ട് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്താൻ പറ്റൂല. അപ്പോൾ കുറച്ചായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്ന പോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തുടക്കത്തിൽ വരുന്ന കുറച്ച് മേജറായിട്ട് നമ്മൾ വരുത്തുന്ന കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം. അത് ഒന്നാമത്തെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ട്രേഡിങ് തന്നെയാണ്. അതായത് നമ്മൾ കുറച്ച് ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ അന്ന് ആ ട്രേഡിങ് നിർത്തില്ല. പിന്നെ ഇരുന്ന് ഓവറായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഡിങ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ വരുന്നുണ്ട്. അതെ അപ്പോൾ അതെ. അത് നമ്മളുടെ സ്റ്റുഡൻസ് പോലും തുടക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം അവരിപ്പോൾ ഒരു 100 അല്ലെങ്കിൽ $200 പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ $100 പ്രോഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊരു 8,000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഏത് ബിസിനസ്സിലാണോ ഒരു ദിവസം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 8,000 കിട്ടുന്നത്? കിട്ടില്ല. അത് കിട്ടില്ല. അതെ എന്നിട്ടും അവരെന്താ ചെയ്യുന്നത്? അത് പോരാ. എന്നിട്ടും അത് 200 ആക്കാനും 300 ആക്കാൻ വേണ്ടിയിട്ട് അതെ ഓവർ പിന്നെയും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അതെ. അത് പിന്നെ അവരുടെ ലോസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വരുന്നുണ്ട് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പൊതുവെ ആൾക്കാർ ട്രേഡിങ്ങിന് ഒരു ബിസിനസ് ആയി കാണാതെ ഒരു പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഇത് ചിന്തിക്കുന്നുള്ളൂ. പൈസ ഉണ്ടാക്കുന്ന ഒരു മിഷീനാണെന്നാണ് എല്ലാവരുടെയും ഒരു വിചാരം.
അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കാണുമ്പോഴൊക്കെ ട്രേഡേഴ്സിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടാണ് അവർക്ക് ഇതൊരു ഉം. ഇൻസ്പിറേഷൻ ആയിട്ട് ഇറങ്ങി വരിക. പക്ഷെ അതെ. ആ ട്രേഡേഴ്സിന്റെ ആ ഒരു അവര് ഏത് ഇതിന്നാണ് വന്നിട്ടുള്ളതെന്ന് അതെ. ആരും ആരും ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നില്ല. ഇല്ല, ഒറ്റയടിക്ക് ഇരുന്ന് അങ്ങോട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം ഉം. എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വരുന്നത്. അതെ. അപ്പൊ അതും വലിയൊരു പ്രശ്നമായിട്ട് ഒരു ചിന്താഗതി തന്നെ അതെ. വലിയൊരു മാറ്റം വരുന്നുണ്ട്. അതെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മെയിനായിട്ട് ഈ പ്രോഫിറ്റ് കിട്ടുന്നത് പോലെ തന്നെ ലോസും സംഭവം ഉണ്ടാവുമല്ലോ ട്രേഡിംഗ് ചെയ്യുന്ന അതെ. സമയത്ത്. അപ്പൊ ഈ ലോസ് വരുന്ന സമയത്ത് ആ ലോസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇവരിതിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇനി ഈ ആഹ്. മാർക്കറ്റ് തിരിച്ചു പോട്ടെ, അത് ഉം. പ്രോഫിറ്റിലേക്ക് വരും, വരും, വരും എന്ന് പറഞ്ഞിട്ട്. ഉം. ഉം. അത് ഉം. കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് അധികം അക്കൗണ്ടുകളും അതെ. സീറോയിലേക്ക് പോയി അതെ. പോകുന്നത്. എസ്പെഷ്യലി നമ്മളെ മലയാളികൾക്ക് കുറച്ച് വാശി കൂടുതലാണ്. വാശി അതെ. കൂടുതലാണ്, ഗ്രീഡിങ് അതെ. കൂടുതലാണ്, എങ്ങനെയെങ്കിലും കൈ നനയാതെ അതെ. മീൻ മീൻ പിടിക്കണം പിടിക്കണം. എന്നുള്ള അതെ, അതെ, ഒരു അതെ. കൺസെപ്റ്റാണ്. അതെ, അപ്പൊ അതെ. നമ്മള് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ഉം. ഡോക്ടർ ആവണമെന്നുണ്ടെങ്കില് ഉം. എന്തോരം എഫേർട്ട് എടുക്കണം, ഉം. എന്തോരം പഠിക്കാനുണ്ട്, അതെ. എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ ആ ഒരു സ്റ്റേജിലേക്ക് ഉം. എത്തുന്നത്. ഉം. 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 സിമ്പിളായിട്ട് ചിന്തിച്ചാൽ അറിയാം. അതെ. പക്ഷെ ഇതെന്താ ഇവർക്ക് ഒറ്റ മാസം കൊണ്ട് ഇതൊക്കെ ഉം. ആക്കണം. അതെ. അത് ആ ഒരു കൺസെപ്റ്റാണ് അതെ. വരുന്നത്. അപ്പൊ ആൾക്കാരുടെ ഈ ഒരു ഒരു ആവശ്യമുണ്ടല്ലോ. ഈ ഒരു സൈക്കോളജിക്കൽ നീഡ്. അതായത് പെട്ടെന്ന് പഠിക്കണം, ഉം, പെട്ടെന്ന് ഉം. ട്രേഡിംഗ് അപ്പൊ ഇത് മനസ്സിലാക്കിയ ഒരുപാട് കോഴ്സുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. അതായത് അതെ. ഒരുപാട് ക്രാഷ് കോഴ്സസ് 2 മാസം കൊണ്ട് കോഴ്സ് പഠിക്കാം. ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഒരു 2 മാസം പ്ലസ് ഒരു കുറച്ച് മാസം കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു സക്സസ്ഫുൾ ആവും ഉം. എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് ആൾക്കാരിലേക്ക് എത്തി. ആക്ച്വലി ശരിക്കും ഒരു 3-4 മന്ത്സ് കൊണ്ട് ആൾക്കാർക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ ട്രേഡിംഗ്? ഒരിക്കലും പഠിച്ചെടുക്കാൻ 1 മാസം മതി. നോ. അല്ലെങ്കിൽ ഓക്കെ. ഇപ്പോ നോളഡ്ജ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഞാൻ വിഘ്നേഷിനൊരു കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഉം. വിഘ്നേഷ് അത്യാവശ്യം ഐക്യുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഉം. ക്യാച്ച് ചെയ്യും ല്ലേ? അവിടെ എന്റെ നോളഡ്ജ് 1 മാസം കൊണ്ട് വിഘ്നേഷിന് കിട്ടാണ് ചെയ്യുന്നത്. ഉം. ഉം. എന്താണ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു ടോപ്പിക് എന്നുള്ളത് വിഘ്നേഷിന് ഉം. മനസ്സിലാവും. ഉം. 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 സിമ്പിളായിട്ട് മനസ്സിലാവും. പക്ഷെ അതെങ്ങനെ വർക്കൗട്ട് ആവും? എങ്ങനെ മാർക്കറ്റിൽ എപ്പോഴൊക്കെ വരുന്നു എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉം. അതൊരിക്കലും ഉം. കിട്ടില്ലല്ലോ. ഇപ്പൊ ഒരിക്കലും കിട്ടില്ല. എനിക്കൊരു 7 ടു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഉം. എക്സ്പീരിയൻസ് ഒരിക്കലും ഈ 1 മാസം കൊണ്ട് കിട്ടില്ലല്ലോ. ഉം. നോളഡ്ജ് മാത്രമാണ് അവിടെ ഷെയർ ആവുന്നുള്ളൂ. എക്സ്പീരിയൻസ് ഷെയർ ആവുന്നില്ല. ഉം. അല്ലെ? അതൊരു അതെ. പോയിന്റാണ്. അപ്പൊ അതെ, അതെ. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ആവുമ്പോഴാണ് നമ്മളിത് ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരാളും ഇന്ന് ഒരു 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ പ്രോഫിറ്റിലേക്ക് എത്തില്ല. പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഉം. എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഉം. ഒരു ഉം. ഉം. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അതെ. അതാണ് ഏറ്റവും അതെ. വലുത്. പൊതുവെ ആൾക്കാരിപ്പോ പറയുവാണെങ്കില് ഇപ്പൊ നമുക്കൊരു എംബിബിഎസ് എടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഡോക്ടർ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. 6 വർഷം ഒരിക്കലുമില്ല. കഴിഞ്ഞ് പിന്നെയും നമ്മള് പ്രാക്ടീസിന് പോണം, അതെ. എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യണം. ഉം. എന്നാലും നമുക്ക് പിന്നെ നോർമലി പണ്ടൊക്കെ ഒരുപാട് കുട്ടികൾ പ്രൊഫഷണൽ ഡിഗ്രീസ് ഫോക്കസ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട്. അല്ലെ? ആ. പണ്ടൊക്കെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഡിഗ്രി ഫോക്കസ് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഒരു ജോബ് കിട്ടുന്നു. ഉം. ഇപ്പം അവർക്ക് പോലും ജോബ് ഇല്ലാത്തൊരു ഇല്ലാത്തൊരു സാഹചര്യമാണ്. സിറ്റുവേഷനാണ്. അതെ, അതെ. അപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ് വരുന്നുണ്ട്. അപ്പൊ ട്രേഡിംഗ് ഒരു കരിയർ ആയിട്ട് എടുക്കാൻ പറ്റുമോ ശരിക്കും പറയുവാണെങ്കിൽ? കരിയറായിട്ട് എടുക്കാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ഫസ്റ്റ് തന്നെ കരിയറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെപ്പോഴും ഒരു ട്രേഡിങ്ങിലേക്ക് വരുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ട്രേഡിംഗ് എന്ന് പറയുന്ന കോഴ്സല്ല പഠിക്കേണ്ടത്. അവിടെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൊഫഷൻ അവര് വേറെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു പുതിയ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ലാണ്. ഒരു സ്കില്ലാ പഠിച്ചെടുക്കുന്നത്. അപ്പൊ ഈ സ്കില്ല് പഠിച്ച് ആ എക്സ്പീരിയൻസ് ആയി നമുക്ക് റിട്ടേൺസ് വന്ന് തുടങ്ങിയാൽ മാത്രാണ് അതിനെ നമ്മളൊരു ഫുൾ ടൈം ആക്കി മാറ്റാൻ പറ്റുക. അതല്ലാണ്ട് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ എല്ലാരും ട്രേഡിംഗ് പഠിക്കുന്നത് എന്താ ജോബിന്റെ പ്രഷർ, ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള. അതെ. മെയിനായിട്ട് ജോബിന്റെ പ്രഷറാ. ചിലവര് ഉം. പറയുമ്പോ എങ്ങനെങ്കിലും ഈ പണിയൊന്ന് ഇട്ടെറിഞ്ഞ് പോയിട്ട് അതെ. ട്രേഡിംഗ് മാത്രമായിട്ട് ഇരുന്നാ മതിന്ന്. അതെ. അവിടെ ആ ആളുടെ സൈക്കോളജിയും ഒരു ഉം. നോർമൽ ഒരു ഇൻകം വന്നിട്ട് ചെയ്യുന്ന ആളുടെ സൈക്കോളജിയും തമ്മിൽ മാറ്റമുണ്ട്. ഉം. 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 ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്റെ എക്സ്പെൻസ് നടക്കാൻ വേണ്ടി ഞാൻ ട്രേഡ് ചെയ്യാ എന്ന് പറയുന്ന സമയത്ത് ഉം. അതിന്റെ ആവശ്യമാണ്, നീഡറാണ്. എനിക്ക് ആ ഉം. ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അന്നത്തെ എന്റെ കാര്യങ്ങളെല്ലാം ഉം. കൊളാവും ല്ലേ? ഉം. അപ്പൊ ഉം. അതെ. ഞാനത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്തിരിക്കാം. ഉം. 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 അപ്പൊ നമ്മൾ എന്ത് ചെയ്യുംന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരിക്കും. അവിടെ നമുക്ക് ഭയങ്കര ലോസ് കൂടുതൽ വരിക. ഉം. ഉം. അപ്പൊ എപ്പോഴും ഒരു ഇൻകം, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. ഉം. മനസ്സിലായോ? അതിന്റെ കൂടെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഏറ്റവും ഈ സേഫസ്റ്റ്. സേഫസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അതെ. പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇപ്പൊ ഒരു 1 ഇയർ 2 ഇയർ ഇരിക്കുമ്പോൾ ഉം. ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഉം. എക്സ്പീരിയൻസ് ആക്കാൻ പറ്റും ഇത്. ഉം. ഒരു 1 ഇയർ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഉം. മാർക്കറ്റ് എവിടുന്ന് എങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ റിയാക്ട് ഉം. ചെയ്യും ഉം. എന്നുള്ളത്. അതായി നമുക്കൊരു റിട്ടേൺസ് വന്നു തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉം. എന്ത് ചെയ്യാം? പിന്നെ ഒരു ഫുൾ ടൈം ആയിട്ട് തന്നെ ഇരിക്കാൻ ഉം. പറ്റും. ഇപ്പം ജിഷ്ണു സാർ പറഞ്ഞു ഇപ്പൊ ഒരു 1 ഇയർ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പക്ഷെ ഞാന് ഇപ്പം ചില കുറച്ച് സീനിയർ ആയിട്ട് ഉം. എന്നെക്കാളും പ്രായമുള്ള കുറച്ച് ആൾക്കാർ 10 വർഷത്തോളം ട്രേഡിംഗിലുണ്ട്. ഉം. പക്ഷെ ഇപ്പോഴും എനിക്കൊരു എഡ്ജ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. ആ. അപ്പൊ അവർക്കൊക്കെ ഒരു മെയിൻ പ്രശ്നം എന്തായിരിക്കും? അവർക്കൊരു സക്സസ്ഫുൾ ആവാൻ പറ്റാത്ത? അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ പോലും നമ്മൾ എവിടുന്നാ സക്സസ് ആവുന്നതെന്നറിയോ? ഉം. ഇപ്പൊ ഞാൻ തുടക്കം തൊട്ടിട്ട് തന്നെ പല വീഡിയോസും ഇതൊക്കെ കണ്ടിട്ടാണ് തുടങ്ങുന്നത്. ഉം. ഉം. എന്തുകൊണ്ടാ സക്സസ് ആവാത്തത്? നമുക്കൊരു
ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മെത്തേഡ് വേണം. അല്ലെങ്കിൽ ഉം. എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് വേണം ഫോക്കസ് ചെയ്യാന്. ഉം. ഇപ്പൊ ബ്രൂസ് ലീ പറഞ്ഞ പോലെ തന്നെ ഉം. അല്ലേ അറിയുന്നതല്ലേ ഉം. 10,000 പേര് കൊറേ 10,000 സ്ട്രാറ്റജി പേരുടെ പഠിച്ചിട്ട് കാര്യല്ല. കാര്യമില്ല. അതെ. ഒരു അടവ് 10,000 വട്ടം പഠിച്ചവനെ പേടിക്കണം എന്ന് പറയില്ലേ? ഉം. അതാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവര് കുറേ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉം. അല്ലെങ്കിൽ മാർക്കറ്റിന് പുതിയത് ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡന്റ്സിന് പഠിപ്പിച്ചു കഴിഞ്ഞാല് ഉം. അവര് യൂട്യൂബ്, ഇൻസ്റ്റ നോക്കിയിട്ട് വേറെയും പഠിക്കാൻ പോകും. ഉം. അപ്പൊ ഉം. ഞാൻ ഉം. അവരോട് പറയും മക്കളെ അതിന് കാര്യമില്ല. ഉം. കാരണം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പരന്ന് കിടക്കാ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓരോ ആൾക്കാർക്ക് ഓരോ ആസ്ട്രോളജി കഥ പിന്നെ പറയാനുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യും. അതെ. സൂര്യൻ സമയം മറ്റേ അതെ. 10 മണിക്കൂർ ലേറ്റ് ആയിട്ടാ വരുന്നത്. അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് അപ്പിലേക്ക് അതെ. പോകുമെന്ന് പറഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഉം. അപ്പൊ അങ്ങനെ നോക്കി നമ്മൾ പോയിട്ട് കഴിഞ്ഞാൽ ഉം. ഇക്കരെ നിന്നാൽ അക്കരെ പച്ചയാണ്. അതെ, അതെ. അപ്പൊ അവിടെ അവര് ഒരിത് ഫോളോ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഉം. പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇത് ചെയ്യാണ്ട് ഇങ്ങനെ മാറി, 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 മാറി ഇത് ഉം. നോക്കി പോകുന്നോണ്ടാണ് ഒരു റിസൾട്ട് എത്താത്തത്. ഉം. 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 അതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത്. ഇപ്പൊ ഓക്കെ. നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ കുറെ പേര് കോൺടാക്ട് ചെയ്യാറുണ്ട്. ഉം. 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 അല്ലെങ്കിൽ ഞാൻ കുറെ വട്ടായി ചെയ്യുന്നു. ഉം. അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഇത് കൊടുക്കുന്നില്ല, ഉം. കിട്ടുന്നില്ല. ഒരു അതുകൊണ്ടാണ് ഡയറക്ഷൻ ഇല്ലേ? അതായത് അവര് എന്താ പറയാ മിസ്റ്റേക്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഉം. 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 ഫോളോ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളിപ്പം സ്വർണം ഉം. എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ കൾച്ചറിൽ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു അതെ. സംഭവമാണ്. അല്ലെ? ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ആർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരു അസെറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതൊരു അസെറ്റും തീർച്ചയായിട്ടും. ആണ്. അതെ, അതെ. ഇപ്പൊ നമ്മള് കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പല റിലീജിയൻ ആണെങ്കിലും പല വിശ്വാസമാണെങ്കിലും പല ഒരു കൾച്ചർ ആണെങ്കിലും നമ്മൾ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതെ. സ്വർണം സൂക്ഷിച്ചു വെക്കുക, ഉം. മാരേജ് ഫംഗ്ഷൻസ്, അതെ, അതെ. അതേമാതിരി തന്നെ ഇപ്പൊ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒക്കെ സ്വർണം ഭയങ്കര ഇൻവോൾവ് അതെ, ആയിട്ടുള്ള അതെ. അപ്പം ഇത്രയും എന്താ പറയാ നമ്മള് യൂസ് കേസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതാണ്. ഇപ്പൊ എന്റെ റിലേറ്റീവ്സ് ഇപ്പൊ ഉം. മോനെ സ്വർണത്തിന്റെ വില ഇനിയും കൂടുവോ? ഉം. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് ഇനി ഇടിയോ? അപ്പൊ എന്തുകൊണ്ടാണ് ആക്ച്വലി സ്വർണത്തിന്റെ വില കൂടുന്നതും അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ആക്ച്വലി എഫക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അത് ചെറിയ കാര്യങ്ങൾ മാരേജ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും വലിയൊരു അസറ്റ് കൂടെയാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. ഉം, ഉം, ഉം. നമുക്ക് ഇപ്പൊ കഴിഞ്ഞൊരു 10 അല്ലെങ്കിൽ ലാസ്റ്റിലുള്ള ഒരു 10, 20 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഉം. അന്നത്തെ പ്രൈസും ഇന്നത്തെ പ്രൈസും വലിയ മാറ്റമാണുള്ളത്. അതെ. അപ്പോൾ നമുക്ക് ലോങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്ലോബലി ഉള്ളൊരു എല്ലാ രാജ്യങ്ങളുടെയും അസറ്റാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും ഉം. അവരുടെ റിസർവ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡിന് വരുന്ന ന്യൂസുകൾ അല്ലെങ്കിൽ യുഎസ്ഡിക്ക് വരുന്ന ന്യൂസുകളൊക്കെ വലിയ രീതിയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന ന്യൂസുകളൊക്കെ ഈ ഗോൾഡിനെ എഫക്ട് ചെയ്യും. ഉം, അപ്പോൾ ഉം, ഉം. അതുകൊണ്ടാണ് യുഎസും ചൈനയും തമ്മിൽ നടക്കുന്ന ഈ ഒരു ട്രേഡ് വാർ, ഇപ്പോൾ ഉം, ഉം, നിങ്ങളെല്ലാവരും ഉം. അതെ. അറിയുന്നുണ്ടോ ആ ട്രേഡ് വാർ നടക്കുന്നത്? താരിഫിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ ഉം. ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഉം, ന്യൂസ് ഉം, ഉം. ബേസിൽ. അതുകൊണ്ടാണ് മാർക്കറ്റ് അത്രയും ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. പിന്നെ വാറുകൾ വരുന്ന സമയത്ത് ഉം. അധികം വാറുകളുടെ ചർച്ച വരുമ്പോഴേക്കും ഗോൾഡിന്റെ പ്രൈസ് കൂടും. ഉം. കാരണം എന്താ? രാജ്യങ്ങൾ അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ആരും പരുത്തിയിലോ ചോളത്തിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇല്ല, ഇല്ല, ഇല്ല. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിലാണ്? ഗോൾഡിലാണ് ഉം, ഉം, ചെയ്യുന്നത്. ഉം. അതുകൊണ്ടാണ് ഗോൾഡ് ഒരിക്കലും ഉം. താഴേക്ക് വരാത്തത്. ഉം. ഇപ്പൊ ടെക്നിക്കലി ആണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ മറ്റ് കറൻസികൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് താഴെ വന്നിട്ടാ പിന്നെ മുകളിലേക്ക് പോവുക. ഉം. പക്ഷേ ഗോൾഡ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും അടുത്ത ന്യൂസ് വരും. ഉം. അപ്പോഴേക്കും മാർക്കറ്റ് പിന്നെയും കയറും. ഉം. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ പ്രൈസ് ഓരോ വർഷം ഓക്കെ. കഴിയുന്തോറും ഇങ്ങനെ കൂടി 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 പോകുന്നത്. ഉം, ഉം. അപ്പോൾ എല്ലാവർക്കും ഉം. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും മേഖലയാണ് അത്. ഇതാണ്. സേഫസ്റ്റ് ആയിട്ടുള്ള അതെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് നോ ആണ്. ബ്രെയിനർ ആണ്. കാരണം വെച്ചാൽ അതെ. നമ്മള് സ്റ്റോക്സ് ആണെങ്കിൽ എന്തൊക്കെ പഠിക്കണം? അതെ. ഫണ്ടമെന്റൽസ് ഒക്കെ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഉം. പഠിക്കാനുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ രീതിയിലുള്ള ഫാള് വരില്ല. കാരണം ഉം. ഒരിക്കലും ഇനി ഗോൾഡ് 10,000ലേക്ക് വരുമോ? പവനിലേക്ക് ഉം. വരുമോ? ഉം. ഉം. പവൻ 10,000 അല്ലെങ്കിൽ 20,000 എന്നുള്ള പ്രൈസിലേക്ക് ഒരിക്കലും വരില്ല. ഉം. ഉം. കാരണം എന്താ? വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ റിസർവ് ആയിട്ടിരിക്കുന്ന ആ ഒരു അസറ്റിന്റെ വാല്യൂ ഇടിയുന്നത്. ആ. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അപ്പോൾ അവർക്ക് അതിന്റെ വാല്യൂ ആ ഒരു സ്ട്രോങ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഉം. എല്ലാവരുടെക്കാളും കൂടുതലും ആവശ്യം രാജ്യങ്ങൾക്കും വരുന്നുണ്ട്. ഉം. ഉം. അതുകൊണ്ട് ഉം. ഒരിക്കലും വലിയ രീതിയിലുള്ള ക്രാഷ് ഒന്നും ഒരിക്കലും ഇതിൽ വരില്ല. ഉം. ഇപ്പോൾ ബിറ്റ്കോയിൻ അല്ലേ? എല്ലാവരും കേൾക്കുന്ന ക്രിപ്റ്റോയിൽ വരുന്ന ബിറ്റ്കോയിൻ ഉം. ഒരു 69,000 നിന്നും 13,000 വരെ മാർക്കറ്റ് ഇടിഞ്ഞു. ആ ഒരു ഇടിയലൊന്നും ഒരിക്കലും ഉം. ഗോൾഡിൽ സംഭവിക്കില്ല ഉം. കേട്ടോ. ഉം. 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 അപ്പോൾ അതുകൊണ്ടാണ് ഗോൾഡ് അതെ. ഇങ്ങനെ പ്രൈസ് കൂടി കൂടി പോകുന്നത്. അതെ. ഇപ്പൊ നമ്മൾ നേരത്തെ സ്റ്റോക്സിനെ പറ്റി സംസാരിച്ചു. ഉം. അതായത് ഇപ്പം സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഒരുപാടുണ്ടല്ലോ. അതെ, അതെ. ഫണ്ടമെന്റലി അല്ലെങ്കിൽ ടെക്നിക്കലി നമുക്ക് ഉം. പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ അതെ. തന്നെ പറ്റുള്ളൂ. ഉം. അപ്പൊ നമുക്ക് ഇപ്പൊ ഫോറക്സ് ആണെന്നാണെങ്കിലും ഇപ്പം സ്റ്റോക്സ് ആണെന്നാണെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെ. അല്ലേ? ഉണ്ട്, ഉണ്ട്. അപ്പൊ മേജർ ആയിട്ട് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ വ്യൂവേഴ്സ് ഉണ്ട്. ഉം. അതേമാതിരി തന്നെ ഇപ്പൊ അവരെന്നെ പറയുന്നുണ്ട് എനിക്ക് ഫോറക്സ് ആണോ സ്റ്റോക്സ് ആണോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ ഒരു മെയിൻ ഒരു ഇതെന്തായിരിക്കും ഡിഫറൻസ്? മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും വാല്യൂ കൂടിയത് എന്താണെന്നറിയോ? തിരിച്ച് കിട്ടാത്തത് എന്താ ഉള്ളത്?
ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും കൂടുതൽ വാല്യൂ എവിടെയാ തിരിച്ചു അല്ലെങ്കിൽ കിട്ടുന്നത്? തിരിച്ച് കിട്ടാത്ത സമയം. തീർച്ചയായിട്ടും അല്ലേ? ഉം. സമയം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സംഭവമാണ്. ഉം. ഇവിടെ ആർക്കും സമയമില്ല. ഈ ഉം. ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കാ. ഉം. ഇപ്പൊ നമ്മൾ യുഎഇയിലാണെങ്കിൽ പോലും ഒട്ടും ടൈം കിട്ടാറില്ല. ഉം. അപ്പൊ ഈ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോ ഓക്കെ. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ഹവറാണ് മാർക്കറ്റ് ഉള്ളത്. ഉം. 5 ഡേയ്സ് ഉണ്ട്. അപ്പൊ അതില് എപ്പോ വേണമെങ്കിലും നമുക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഫ്രീ ടൈം നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വരുന്നത്. ഉം. ഇപ്പൊ നമ്മുടെ സ്റ്റുഡന്റ്സ് എന്താ ഒരുപാട് പേര് ചെയ്യാതിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 700, 800 സ്റ്റുഡന്റ്സ് ഉണ്ട്. ഉം. ഇതിൽ കുറേ ഉം. ഉം. പേര് ഇപ്പോ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? നിർത്തിയിട്ടുണ്ട്. കാരണം നിർത്താൻ ഷെഡ്യൂൾ മാറുന്നതിനനുസരിച്ച്. കാരണം ഇവിടെ ഉം. കൂടുതൽ പ്രയോറിറ്റി എന്താ? ഉം. ജോബാണ്. ആ. അപ്പൊ അവര് ഷിഫ്റ്റ് ആവണതിനനുസരിച്ച് അവർക്ക് ഇരിക്കാൻ സമയം കിട്ടില്ല. അതെ. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ രാവിലെ 9:15 തൊട്ടിട്ട് വൈകിട്ട് 3:30 വരെ. ഉം. അപ്പൊ ആ ഒരു ടൈം നമുക്കിവിടെ ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ വരുന്നത് കേട്ടോ. ഉം. ഉം. പിന്നെ അപ്പോൾ ആ ഒരു ടൈം പറയുന്നത് നമ്മളെ ജോബിന്റെ ടൈമാണ്. ഇപ്പൊ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും രാവിലെ 9:15 തൊട്ടിട്ട് വൈകുന്നേരം 6 മണി വരെ എല്ലാവർക്കും ജോബല്ലേ. അതെ. അതിനിടയിൽ കൂടെ ഇരുന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം? ഉം. മാർക്കറ്റ് നമുക്ക് ഓടിപ്പോയി ഇരുന്നിട്ട് ബൈയും സെല്ലും ഇടാൻ പറ്റില്ല. അതെ. അതെന്താ ഗാംബ്ലിംഗ് ആയി മാറും ല്ലേ? ഉം. ഉം. കാരണം മാർക്കറ്റ് അനലൈസ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് എന്നിട്ടാണ് ഉം. ട്രേഡ് ചെയ്യുന്നത്. ഉം. ഉം. സോ ഉം. ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നത് അതെ. കേട്ടോ. പിന്നെ അതെ. യുഎഇയിൽ ഇരുന്നിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഉം. കാരണം അത് സെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. ഇത് ഫോറക്സ് ട്രേഡിംഗ് ഡീസെൻട്രലൈസ്ഡ്. ലോകത്ത് എവിടെ ഇരുന്നിട്ടും നമുക്ക് ഒരേ റൂൾസിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഉം. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എൻആർഐ അക്കൗണ്ട് വെച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉം. ടാക്സ് മാറും. അങ്ങനെ ഉം. ഒരുപാട് റൂൾസുകൾ മാറുന്നുണ്ട്. ഉം. 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 അപ്പോൾ ഫോറക്സും ഇപ്പോൾ യുഎഇയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഫോറക്സും ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഫോറക്സ് തന്നെയാണ്. അതെ. പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാം. ഉം. ഇപ്പോൾ നമ്മൾ ഷെയർ മേടിച്ചിടുന്ന ഇപ്പോൾ ഉം. റിലയൻസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിന്റെ ഷെയർ മേടിച്ചിരുന്നാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. കാരണം നമുക്ക് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ഉം. ഇൻട്രാഡേ നമ്മൾ ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് വിൽക്കുന്ന പരിപാടിക്ക് ഏറ്റവും ബെറ്റർ ഫോറക്സ് തന്നെയാണ്. ട്രേഡിംഗ് ഒരു പെർസ്പെക്റ്റീവിൽ അതെ നോക്കുകയാണെങ്കിൽ അതെ ഒരു അതെ. വർക്കിംഗ് പ്രൊഫഷണലെ സംബന്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോറക്സ് ഫോറക്സ് തന്നെ. മാർക്കറ്റ് തന്നെയാണ്. അതെ. ഓക്കെ. പിന്നെ നമുക്ക് ഇപ്പൊ ഇതിന്റെ തന്നെ റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പം ഫോറക്സ് എനിക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ? ഉം. നാട്ടിന്ന് ഉം. ചെയ്യാൻ പറ്റുന്നൊരു കുഴപ്പമൊന്നുമില്ല. ഉം. പക്ഷെ നമുക്കൊരു വലിയ എമൗണ്ട് ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഉം. 1 സിആർ അല്ലെങ്കിൽ ഉം. വലിയൊരു എമൗണ്ടിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ഇവിടെ എന്ത് വരുന്നത്? ഉം. എൻക്വയറി ആയിട്ട് വരുന്നത്. അപ്പൊ ഉം. നമ്മൾ ആ കിട്ടുന്ന റിട്ടേൺസിന്റെ ഉം. ഐടിആർ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉം. ഉം. ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് ഉം. കൂടുതൽ വരുമാനം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു തന്നെ. ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ. ഇൻകമായിട്ട് തന്നെയാണ് ആ. കാണിക്കുന്നത്. ഓക്കെ. അതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോറിൻ കൺട്രിക്ക് അല്ലെങ്കിൽ ഒരു ഫോറിൻ ബ്രോക്കറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഉം. എല്ലാം നമ്മൾ ചെയ്യുന്നത് തേർഡ് പാർട്ടി ത്രൂ ആണ് ചെയ്യുക. ഉം. അവിടെ ഒരിക്കലും നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് ഉം. അല്ലെങ്കിൽ ക്രിപ്റ്റോ ആണ് ചെയ്യുന്നത് എന്നുള്ള മെൻഷനിങ് ഒന്നും വരുന്നില്ല. ഉം. സാധാ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഉം. തന്നെ ഉം. 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 ട്രാൻസാക്ഷൻസിന് ഉം. കൊടുക്കുന്ന മനസ്സിലായി. ടാക്സുകളാണ് വരിക. ഓക്കെ. ഇപ്പൊ നമുക്കിപ്പം യുഎഇനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ യുഎഇയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഉം. ഇപ്പൊ നമുക്ക് മൾട്ടിനാഷണൽസ് ഉണ്ട് ആ നമ്മളിവിടെ സ്റ്റുഡൻസ് ആ ആയിട്ട്. അപ്പം എല്ലാവരും ഇപ്പൊ ട്രേഡിംഗ് പഠിക്കണം അല്ലെങ്കിൽ നേരത്തെ സംസാരിച്ച മാതിരി തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയാ നമുക്കിപ്പോ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട കേസിലേക്ക് വരുന്ന സമയത്ത് ആർക്കും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ആ. അതായത് ഇപ്പൊ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം ഉം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നാണ് ആ. ആഗ്രഹം. പക്ഷെ ഇപ്പൊ ചില ആൾക്കാരെ നോക്കുകയാണെന്നാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എന്താ പറയാ ഒരു ബിസിനസ് ആയിട്ട് ഇത് കൊണ്ടുപോകണം. ചില ആൾക്കാർക്ക് ഇത് എന്താ പറയാ ഒരു ഗാംബ്ലിംഗ് പെർസ്പെക്റ്റീവ് എത്ര പഠിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ ജിഷ്ണു സാർ? ഇപ്പം പല ആൾക്കാരും പഠിപ്പിച്ചിട്ടില്ലേ? ആ. അപ്പൊ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെ സംഭവിച്ചു ഉം. കഴിഞ്ഞാല് ആളുകളുടെ ചിന്താഗതി തന്നെ വേറെ ആണല്ലോ. അപ്പൊ ഉം. നമ്മള് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. ഉം. അപ്പൊ ഇത് 2 തരത്തില് കാണാം. ഉം. ഒന്ന് ബിസിനസ്സായിട്ട് കണ്ടുപോവാം. ഉം. അല്ലെങ്കിൽ ഒന്ന് ഗാംബ്ലിംഗ് ആയിട്ട് കണ്ടുപോവാം. പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നവരാണ് ഈ ഗാംബ്ലിംഗ് മൂഡിലേക്ക് പോകുന്നത്. ഉം. അപ്പൊ നമ്മള് പഠിപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടും അങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഉം. നമുക്കൊരാളെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഉം. ഇപ്പൊ ഞാന് ടെക്നിക്കലി മാർക്കിങ്സ് പ്രാക്ടീസും അങ്ങനെ കാര്യങ്ങൾ കുറെ നമ്മളെ വഴക്ക് പറയുമെങ്കിലും അവരുടെ മൈൻഡിനെ അല്ലെങ്കിൽ അവര് കൂടെ ചിന്തിക്കണം. പ്രോഫിറ്റ് ആവണോ അല്ലെങ്കിൽ ബിസിനസ് മോഡിലാവണം എന്നുള്ളത്. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൈക്കോളജിക്കലായിട്ട് തന്നെ ഫോളോ ചെയ്യാണ്ട് ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. നമ്മളൊരു ദിവസം ഇത്ര ട്രേഡാണ് ചെയ്യുള്ളൂ. ഇത്ര പ്രോഫിറ്റാണ് എടുക്കുള്ളൂ. ഇത്ര റിസ്ക് റിവാർഡിൽ വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ക്യാപിറ്റലിൽ എത്ര പെർസെൻറ്റേജ് റിസ്ക് വന്നു കഴിഞ്ഞാൽ ലോസ് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ ഈ സ്റ്റോപ്പ് നിർത്തും എന്നുള്ള ആ ഒരു സംഭവം ഫോളോ ചെയ്ത് പോകുന്നവർ മാത്രമാണ് നമുക്കൊരു ആഫ്റ്റർ 6 മന്ത് നോക്കുമ്പോൾ ഉം. പോർട്ട്ഫോളിയോ പ്രോഫിറ്റിൽ നിൽക്കുക. നമ്മൾ ഒറ്റ മാസമല്ല നമ്മളിപ്പോൾ ഒരു 1 ഇയർ എടുത്ത് നോക്കുകയാണ്. ഉം. അപ്പോൾ ഈ 1 ഇയർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തിൽ നിൽക്കണം? പ്രോഫിറ്റിൽ നിൽക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഉം. അപ്പോൾ ആദ്യത്തെ ഒരു 2, 3 മാസം ലോസ് വന്നു കഴിഞ്ഞാലും ഉം. ആഫ്റ്റർ 3 മന്ത് ഇവർ പ്രോഫിറ്റിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യാനുണ്ട്.
അത് കറക്റ്റ് ചെയ്യുന്നവർ മാത്രമാണ് പ്രോഫിറ്റിലേക്ക് എത്തുക. അപ്പോൾ അത് 2 കാറ്റഗറി ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവരെ ഫസ്റ്റ് പിന്നെ അത് പോയിട്ട് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ കേൾക്കും. എന്നിട്ട് അവർ മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒന്നുമല്ല ചെയ്യുക. അപ്പോൾ അത് ആ ലോസ് വരുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക സാറ് പറഞ്ഞത് ശരിയാണ്, നമ്മൾ അതാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെയാണ് ട്രാക്കിൽ കയറി വരുന്നത്. 2 തരത്തിലുള്ള കാറ്റഗറി ആളുകളും വരുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഇപ്പം നമുക്ക് തന്നെ യുഎയിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മനുഷ്യന്മാരുടെ സൈക്കോളജി ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ട് AI ട്രേഡിങ് അല്ലെങ്കിൽ റോബോട്ടിക് ട്രേഡിംഗ് ഒക്കെ ആണ് പുതിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്രത്തോളം അത് ഒരു ഫാക്ട്ഫുൾ ആണത്? ഇത് ഏതൊരാൾക്കും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് എന്തിനും റോബോട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട് അല്ലേ? കാരണം രാജ്യം അത്രയും ഡെവലപ്ഡ് ആണ്. എന്തുകൊണ്ട് ട്രേഡിങ്ങിൽ മാത്രം അത് റോബോട്ട് വെച്ചുകൂടെ എന്നുള്ളത്. ഒരു റോബോട്ടും അധികം പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോബോട്ട് ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. ആളുകൾ ബൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാർക്കറ്റ് വാല്യൂ കൂടുന്നു. ആളുകൾ സെല്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് താഴെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സൈക്കോളജിയാണ് നടക്കുന്നത്. എവിടുന്ന് ആളുകൾ ബൈ ചെയ്യും എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡിങ്ങിലേക്ക് ബൈ ഇടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ക്യാൻഡിൽസ് കണ്ടില്ലേ ചാർട്ടിലുള്ള, ഈ ക്യാൻഡിലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ജാപ്പനീസുകാർ തന്നെ ആ ഒരു സൈക്കോളജി, ആളുകളുടെ സൈക്കോളജിയും മാർക്കറ്റും തമ്മിലുള്ള കണക്ഷനാണ് ഈ ടൂളായിട്ട് വന്നിട്ടുള്ള ചാർട്ട്. അപ്പോൾ അവിടെ എഐക്ക് ഒരിക്കലും ചിന്തിക്കാനുള്ള കഴിവില്ല അല്ലെ? നമ്മൾ കോഡിങ് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സെയിം സംഭവമാണ് ഇവർ എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്ററിന്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ക്യാൻഡലിന്റെ ബേസിൽ ഒരു 5 ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സെല്ല് ചെയ്യുക എന്ന് നമ്മൾ കോഡിങ് ചെയ്ത് വെക്കുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റോബോട്ട് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഇത് ഈ ന്യൂസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ഓർഡേഴ്സ് വരുന്ന സമയത്തൊന്നും ഇതിന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. സൈക്കോളജിക്കലി മാർക്കറ്റിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവ് ആർക്കും ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാൾ ഉപരി ആൽഗോ ട്രേഡിംഗ് ആണ് ഇപ്പൊ നമ്മൾ ഈ റോബോട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. കാരണം AI ഒബ്വിയസ്ലി ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മേ ബി റീപ്ലേസ് ചെയ്തേക്കാം. കാരണം വെച്ചാൽ നമ്മളിപ്പം ഇപ്പൊ ചില ന്യൂസ് ഇൻഫർമേഷൻസ് എടുത്ത് ഇങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മളൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസ് പഠിച്ചിട്ട് മേ ബി മാറിയേക്കാം. പക്ഷേ ഇപ്പൊ നമ്മളിവിടെ കാണുന്ന അധികം ആൽഗോ ട്രേഡിംഗ് അല്ലെങ്കിൽ AI ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് സാധാ ഒരാൾ ഇൻഡിക്കേറ്റർ ഒക്കെ വെച്ചുണ്ടാക്കിയ റോബോട്ടാണ്. അതെ, നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ വെച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഒരു വലിയൊരു ന്യൂസ് വന്നു, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വീക്കുകളായിട്ട് അറിയാം, ഇപ്പോൾ ട്രംപും പവലൊക്കെ നടത്തുന്ന ട്വീറ്റിനും ഇതിനും അനുസരിച്ചിട്ട് മാർക്കറ്റ് വലിയ രീതിയിലുള്ള മൂവ്മെന്റുകളാണ് വരുന്നത്. ഇതൊന്നും ഒരിക്കലും ഒരു റോബോട്ടിന് ചിന്തിക്കാനോ നമുക്ക് പോലും പറ്റുന്നില്ല ചില സമയത്ത്. നമ്മൾ ആള് വന്നിട്ടാണ് നമ്മൾ ഇവിടെ എന്താ സംഭവിച്ചു നോക്കുമ്പോൾ ന്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലും നമുക്ക് തന്നെ പറ്റുന്നില്ല. അപ്പോൾ ഒരിക്കലും ഇതിന് പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്ത് കൊടുത്തിട്ടുള്ള സംഭവം മാത്രം ഫോളോ ചെയ്ത് പോകുന്നതാണ് റോബോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു റോബോട്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതും 6 മന്തിന് മുകളിൽ പോവാത്തത്, അതാണ് സംഭവം. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ ട്രേഡിംഗ് ഭയങ്കര എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു സംഭവമാണ്. ട്രേഡിംഗ് ഭയങ്കരമായിട്ട് ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ചില ആൾക്കാർ പറയും ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കാറുണ്ട്. ICT അടിപൊളി കോൺസെപ്റ്റ് ആണ്, SMC അടിപൊളി കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് പഴയതാണ്. അപ്പൊ എന്താണ് ആക്ച്വലി ഇതിന് ഒരു പ്രോപ്പർ റെസ്പോൺസ് എന്ന് പറയാനുള്ള സ്ട്രാറ്റജിക്ക് പിന്നാലെ പോകുന്ന ഒരു കൂട്ടം? ഇതെന്താന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്കരെ നിന്നാൽ അക്കരെ പച്ചയാണ് സംഭവം. ഇവിടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് സാധാരണ നോർമൽ ട്രെൻഡ് ലൈൻ ഇത് വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ട്. SMC എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് പ്രൈസ് ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റേ ICT എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് സ്ട്രാറ്റജി പഠിക്കുക എന്നുള്ളതല്ല, ഇത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് ഫോളോ ചെയ്ത് എക്സ്പീരിയൻസ് ആക്കുക, ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള നോളജ് എക്സ്പീരിയൻസ് ഇത് മാത്രമൊന്നും പോരാ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ വേണം. ക്യാപിറ്റൽ, നോളജ്, എക്സ്പീരിയൻസ്, ഈ 3 സംഭവമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. നോളജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? അറിവാണ് ഞാൻ പ്രോ ട്രേഡർ ആണെന്ന് പറയുന്നത് കാര്യമില്ല അല്ലേ? അതുകൊണ്ടാണ് എല്ലാവരും ഫണ്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി പോകുന്നത്, ഫണ്ട് ട്രേഡേഴ്സിലൊക്കെ, അക്കൗണ്ട്സുകളിൽ. പിന്നെ ഈ നോളജും ക്യാപിറ്റലുള്ള ആളുകൾക്ക് എന്താ, നോളജ് ഇല്ലാണ്ട് എത്ര ആൾക്കാർ ക്യാഷ് കളയുന്നുണ്ട്. കുറെ ക്യാപിറ്റൽ ഉണ്ടായിട്ടും കാര്യമില്ല, നോളജും വേണം, എക്സ്പീരിയൻസ് വേണം. അപ്പൊ ഇവിടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ 3 സംഭവം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ട്രേഡർ എന്നുള്ളതിലേക്ക് വരാൻ പറ്റുക. അത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് പോയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒന്ന് പഠിക്കുക, മാർക്കറ്റിൽ ഇരിക്കുക, എക്സ്പീരിയൻസ് ആക്കുക, ട്രേഡ് ചെയ്യുക.
അത്രേ ഉള്ളൂ. ഉം, ഉം. പിന്നെ ഓക്കെ. ക്യാപിറ്റലും അത്യാവശ്യം കീപ്പ് ചെയ്യുക. അതെ. പറഞ്ഞിട്ടുള്ള പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഒക്കെ ഫോളോ ചെയ്ത് പോവാന്നുള്ളതാണ്. ഉം, അതില് ഒന്നിനും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഉം. അപ്പൊ ഞാൻ ചെയ്യുന്നത് മറ്റേ ഐസിടി ആണ്. അതുകൊണ്ട് മറ്റേതൊക്കെ കാര്യമില്ല. മോശമാണെന്ന് ഒരിക്കലും നമ്മള് അതെ, അതെ, എല്ലാ അതെ. മലയാളീസും പറയണ പോലെ അതെ. പറയാൻ കാര്യമില്ല. പറ്റില്ല. ഒരു കാര്യമില്ല. അതെ. കേട്ടോ. പിന്നെ നേരത്തെ ജിഷ്ണു സാർ പറഞ്ഞ മാതിരി തന്നെ നമ്മളിപ്പം ഒരുപാട് ആൾക്കാരിപ്പം ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് പിന്നാലെ പോകുന്നുണ്ട്. യെസ്. അല്ലെങ്കില് ഇപ്പം ചില ബ്രോക്കേഴ്സ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു 90% ഇപ്പം ഫണ്ടിങ് പ്രൊപ്പറേറ്റേഴ്സ് ആണെങ്കിലും ബ്രോക്കേഴ്സ് ആണെങ്കിലും സ്കാം അതെ. ചെയ്യാൻ വളരെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള അതെ. ആൾക്കാരാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു സ്കാം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് പറയാമോ? സ്കാം എന്ന് പറയുമ്പോ ഇവിടെ നമ്മള് ജെന്യുയിൻ ഇപ്പൊ എല്ലാ ഫീൽഡിലും സ്കാം ഉണ്ട്. അതെ, നമ്മടേത് അതെ. മാത്രല്ല. മാത്രല്ല. അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് വരുന്നത് സ്കാം ചെയ്യുമ്പഴാ. ഉം, ഇപ്പൊ ഞാനൊരു ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഉം, അവിടെ എനിക്ക് സാലറി 5,000 ഉം, 10,000 കിട്ടി പോകുന്നുണ്ട്. ഉം, ഞാനവിടെ എന്ത് ചെയ്തു? ഞാനവിടങ്ങ് കട്ടു. ഉം, അപ്പൊ എന്താ? എനിക്ക് അതിനൊക്കെ കൂടുതൽ പൈസ കിട്ടും ഉം, അല്ലേ? അപ്പൊ ഇവിടെ എല്ലാ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും ഉം, ഈ ബ്രോക്കേഴ്സിനും കമ്മീഷൻ എന്ന് പറയുന്ന സംഭവം ഉം, വരുന്നുണ്ട്. ഈ ഉം, ഉം, കമ്മീഷന് പുറമെ വരുന്ന സംഭവമാണ് സ്കാം ചെയ്യുമ്പോൾ കിട്ടുന്ന ഉം, ഉം, റിട്ടേൺസ്. ഉം, അപ്പൊ ഇതില് ഫണ്ടഡ് അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സ്കാം നടക്കുന്ന അവിടെ എവിടെയാന്ന് വെച്ച് ഉം, കഴിഞ്ഞാല്, നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടും അവര് വിത്ഡ്രോവൽ തരില്ല. ഉം, പറയുന്ന റീസൺസ് നമ്മൾ പോലും ഞെട്ടുന്ന റീസൺസ് ആയിരിക്കും. ഉം, ഇപ്പം ഞാനൊക്കെ പണ്ട് ചെയ്തിരുന്ന സമയത്ത് എന്നോട് റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉം, ഞാൻ ട്രേഡ് എടുത്ത സ്ഥലത്ത് ഉം, വേറെ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. സോ ഉം, ഇതൊരു കോപ്പി ട്രേഡ് ആണെന്ന് പറഞ്ഞത്. കാരണം ഉം, ലോകത്തില് 7, 8 ട്രില്യൺ നടക്കുന്നുണ്ട് വോളിയം ഒരു ഉം, ദിവസത്തില് ഉം, ഉം. ഫോറക്സില്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ആളില്ലാത്തോടത്ത് പോയി ട്രേഡ് ചെയ്യുക? അപ്പൊ അവര് പറയുന്ന അതെ. ഓരോ റീസൺസ് ആണിത്. ഉം, അപ്പൊ നമ്മൾ അവിടെ സമയം നഷ്ടമാണ്. ഒരുപാട് ഉം. നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണല്ലേ നമ്മൾ പിന്നെ ട്രേഡ് ഭയങ്കര ചെയ്ത് പ്രോഫിറ്റ് അഡിക്റ്റീവ് എടുക്കുന്നത്. ആണല്ലോ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. കാരണം നമ്മളിടുന്ന ചെറിയ എമൗണ്ട് ആണ്. എമൗണ്ട് ആണ്. പിന്നെ കിട്ടുന്നത് കിട്ടുന്നത് നമുക്ക് വലിയൊരു എമൗണ്ട് ആണ്. വലിയ എമൗണ്ട്. വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡമ്മി ഉം. അക്കൗണ്ട് ആണ് അതെ, കിട്ടുന്നത്. അതെ, നമ്മൾ കൊടുക്കുന്ന ഫീസാണ് അവരുടെ പ്രോഫിറ്റ് വരുന്നത്. അതെ. അപ്പോ ഒരു വട്ടം പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് പിന്നെ അവര് തരില്ല. ഉം, അപ്പോൾ അവിടെ നമുക്കത് നഷ്ടമാണ്. പിന്നെ ബ്രോക്കേഴ്സിന്റെ സ്കാം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട്. ഇപ്പോൾ ഉം, റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് കുറച്ചേ വരുന്നുള്ളൂ. ഉം, ഉം, ബാക്കിയെല്ലാം സ്കാമേഴ്സ് തന്നെയാണ്. കാരണം നമ്മൾക്ക് വരുന്ന നഷ്ടം ആ ഉം. എമൗണ്ട് മൊത്തം പോകുന്നത് ബ്രോക്കേഴ്സിന്റെ കയ്യിലേക്കാണ് പോവുക. ഓക്കെ. അപ്പൊ അതാണ് അവരുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഉം, ഇപ്പൊ 95% ആളുകളും എന്താണ് ലോസാണ്. ഉം, അല്ലെ? അവർക്ക് അപ്പൊ റിട്ടേൺസ് ആർക്ക് കൊടുത്താൽ മതി? ബാക്കി 5% ആൾക്ക് കൊടുത്താൽ മതി. ഈ ഉം. 95% ആളുകളുടെ ലോസും ആർക്ക് പോവും? ബ്രോക്കേഴ്സിനാണ് ബ്രോക്കേഴ്സിന്റെ പോകുന്നത്. പോക്കറ്റിലേക്ക് പോകും. അതുകൊണ്ടാണ് യുഎഇയിൽ ഇത്രയും 10,000 ബ്രോക്കേഴ്സ് വരുന്നുണ്ട്. ഉം, എന്തുകൊണ്ടാ? അവരൊരു റൂമിൽ ഇരുന്നിട്ട് വെറുതെ വിളിച്ചിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? ഉം, ഇതുകൊണ്ടാണ്. റിട്ടേൺസ് ഹെവിയാണ്. ഉം, അതാണ്. അപ്പൊ അവിടെ ഉം, നോളഡ്ജ് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുക, അറിവില്ലാതെ ഉം. ഇൻവെസ്റ്റ് ചെയ്യുക, അറിവില്ലായ്മയെ ഇവര് ചൂഷണം ചെയ്യുന്നു. അതെ. അതാണ് നടക്കുന്നത്. സോ ഭയങ്കരമായിട്ട് ഇപ്പം ഒരുപാട് ബ്രോക്കേഴ്സ് ഇപ്പൊ നമുക്ക് ഓരോ ദിവസം പുതിയ ഓരോ പേരില. അപ്പൊ നാളെ ജിഷ്ണു എഫെക്സ്, അതെ, അതെ. ഓ. വിക്കി എഫെക്സ്, അതെ. അങ്ങനെ ഓരോ എഫെക്സ് ചേർത്തിട്ട് കുറെ അതെ, പേരുകളാ അതെ, വരുന്നത്. അതെ. ഒരുപാട് അപ്പോ നമ്മളിവിടെ ഇപ്പൊ ദുബായിൽ തന്നെ ഒരു സ്ഥലം തന്നെ ഉണ്ടല്ലോ. ഇതിന് ഉം. മൊത്തമായിട്ട് സ്കാമേഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്ഥലം. അതെ, അതെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ സ്കാമേഴ്സ് നമ്മൾ വിളിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതെ, അതെ. നമ്മൾ തിരിച്ച് നമ്മൾ ആസ് എൻ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഇവരുടെ അടുത്ത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അവിടുത്തെ ഒരു സെയിൽസ് സ്റ്റാഫ് വിളിക്കുകയാണ്, ഉം. നമ്മൾ ബ്രോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, അങ്ങനെ ഫ്രീ ആയിട്ട് ക്ലാസ് തരാം, ഉം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് റിട്ടേൺസ് തരാമെന്ന് പറയും. ഉം. അപ്പം സിഗ്നൽസ് വരെ നമ്മൾ തരാം, നിങ്ങൾ ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഉം. അപ്പം നമ്മൾ ആസ് എ കൺസ്യൂമർ ഉം. നമ്മൾ ചോദിക്കേണ്ട ഒരു നല്ല മുട്ടൻ 2 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും? സാധാരണക്കാരൻ എന്നുള്ള ലെവലിൽ നമ്മൾ ഉം, ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മലയാളീസ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉം, റെസ്പോൺസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഉം, കൂടുതൽ നമ്മൾ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്തായാലും ഉം, അഡിക്റ്റ് അല്ലെങ്കിൽ വീണിരിക്കും. ഉം, കാരണം ആ ഒരാള് വിളിച്ചിട്ട് നമ്മളെടുത്ത് പറയുന്നത് ഉം, ഇതിനുള്ള പിച്ചിങ് മാത്രമല്ല, അവൻ ഉം, അവന്റെ സങ്കടങ്ങൾ, സാറേ എനിക്ക് ജോബ് കിട്ടിയില്ലെങ്കിൽ ഉം, ഇത് ഉം, സാറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉം, എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. ഉം, എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാമായിരുന്നു. ഉം. കാരണം നമ്മളെല്ലാവരും ല്ലേ അതെ. ഒരാളുടെ സങ്കടം കേട്ട് ഇമോഷണലി കഴിഞ്ഞാൽ ഇമോഷണലി ആ ഉം, ഒരു സംഭവം ഉം, അവര് വർക്കൗട്ട് ആക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്നാ ഉം, കുഴപ്പമില്ല, ഞാൻ ഉം, ഒരു 100 ഇട്ടിട്ട് തുടങ്ങാം. കാരണം ഉം, എനിക്ക് 100 നഷ്ടമുള്ളൂ. അവന് ഉം. ഒരു നല്ലൊരു ഇത് അതെ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്നാണ് ഏതൊരു ഉം, സാധാരണക്കാരനും നമ്മൾ ഉം, ചിന്തിക്കുന്നത് ഉം. അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായതുകൊണ്ട് തന്നെ ഉം. നമ്മളിവിടെ ഇത്രയും നിൽക്കുന്ന അതെ. അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. അതും വേണം അവരുടെ ടേണിംഗ് പോയിന്റ് വരുന്നത്. അപ്പൊ ആ ഉം, 100 ഇടുന്നത് നമ്മൾ അവനെ സഹായിക്കാനാ. ഉം, പക്ഷെ പിന്നെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉം, അവൻ ഇങ്ങനെ പ്രോഫിറ്റ് എടുത്ത് തരും. ഉം, ഈ 100ൽ നിന്ന് അവനത് പതുക്കെ, പതുക്കെ, പതുക്കെ 500 ആക്കുമ്പോ നമ്മക്ക് ഇൻട്രസ്റ്റിംഗ് ആവും. ഉം. അവിടെ നമ്മൾ പോലും ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് നമ്മൾ അവന്റെ ഇരയായി മാറി അവിടെ. ഓക്കെ. മനസ്സിലായില്ലേ? ഉം, അപ്പൊ നമ്മൾ റെസ്പോൺസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ചോദ്യം ഉം, വർത്താനത്തിനൊന്നും ഉം, നിക്കാണ്ട്, ഉം, ഇല്ല പറ്റില്ല, ഉം, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഉം. കട്ടാക്കുക. അതെ. കൂടുതൽ നമ്മൾ എന്താണ്, ഏതാണ് ചോദിക്കുമ്പോഴത്തേനും അവൻ എന്തെങ്കിലും ഒരു സാധനം, ഒരു സ്പാർക്ക് അടിപ്പിച്ചിട്ട് പോകും നമ്മളെ ഉം, അടുത്ത്. ഉം, ഉം, അത് ഇമോഷണലി ആയിരിക്കാനാണ് ഉം. കൂടുതലും നമ്മൾ സാധ്യത. കണ്ടിട്ടുള്ളത്. അതെ. അതെ. സോ യെസ്, നമ്മൾ ഇന്നത്തെ സ്റ്റുവർട്സ് പോഡ്കാസ്റ്റില് നമുക്ക് ഒരുപാട്
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടും ഫോറക്സ് റിലേറ്റഡ് ആയിട്ടും പല ഫൈനാൻഷ്യൽ ഫീൽഡിനെ പറ്റിയിട്ടും സ്പെഷ്യൽ ഗസ്റ്റുകളും നല്ല പോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അതിന് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നമുക്ക് മാൻഡേറ്ററി ആണ്. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി തന്നെ നമുക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഏത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മളെ ഈ പറയുന്ന പോഡ്കാസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ സീ യു. ദിസ് ഇസ് വിഘ്നേഷ് സൈനിങ് ഓഫ്.